ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ KC ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജ് ഗോകുലിന് മാത്രമാണോ തോന്നിയത്, അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, നിൽക്കുന്നേ, ചിലക്കാതെ അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത്. യുവരാജെ ചലക്കാതെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. ശരി, നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞു തീർത്തു. അവിടെ നിൽക്കട്ടെ അത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 20% വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. തലസ്ഥാനം ഞാൻ കേട്ടു അടങ്ങാൻ പറയും. ചലഞ്ച് ചെയ്തൊരു ചോദ്യം ചോദിക്കുന്നു. ഫ്ലവേഴ്സിന്റെയും 24ന്റെയും മുതലാളി RSSന്റെ നേതൃത്വത്തിലെ കണ്ടിട്ടില്ല. നിങ്ങളെ വലിയ RSSന്റെ നേതൃത്വത്തെ കുറിച്ചും നിങ്ങളുടെ വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്കുക. ഞാൻ സംസാരിക്കല്ലേ? എന്നോട് താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ രീതിയിൽ സംസാരിച്ചോളാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാനുള്ള മര്യാദ എനിക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. താങ്കൾ ഈ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ഇനി മറ്റുള്ളവരെ മറുപടി പറയട്ടെ. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് 5 മിനിറ്റ് ആയി. ഞാൻ മറുപടി പറയാൻ അവസരം അല്ല എനിക്കൊരു മടിയില്ല. ഞാൻ മുണ്ടും മടക്കി കുത്തിയൊന്നും അല്ല തയ്യാറാ. അതൊക്കെ കഴിഞ്ഞ ചേരെ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, എന്നോട് ചോദ്യം ചോദിച്ചിട്ട് 5 മിനിറ്റ് ആയി. ഞാൻ മര്യാദ എന്ന് പറയുമ്പോൾ പദപ്രയോഗം കൂടി ഉണ്ട്. മര്യാദ. ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വികാര വിക്ഷോഭങ്ങളെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞ് മറ്റൊരാളിലേക്ക് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദയാണ് ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ടത്. അത് താങ്കൾക്കില്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ പേരിൽ എന്റെ മേക്കിട്ട് കയറാൻ വരണ്ട. അതിന് അനുഭവം വേറെ ആയിരിക്കും. വേണുവിനെ പോലെ ഞാൻ ക്ഷമിക്കണം. പിന്നെ നിർത്ത്. പിന്നെ കൂടുതൽ സംസാരം വേണ്ട, നിർത്തി. ഇവിടെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ജനാധിപത്യത്തിൽ നമുക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അഭിപ്രായമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് മാത്രം സുരേഷ് ഗോപിയുടെ ജയത്തെ അംഗീകരിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ രാഷ്ട്രീയമായി ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടിന്റെ കൂടി പിൻബലത്തിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. രാജഗോപാൽ ഒരിക്കൽ നേമത്ത് ജയിച്ചിരുന്നു. രാജഗോപാൽ ജയിച്ചത് അദ്ദേഹം എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് BJPയെ അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല കേരളത്തിലെ ജനാധിപത്യ സമൂഹം. നിങ്ങൾക്ക് 18% വോട്ടുണ്ട്, 19% വോട്ടുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലാവുമ്പോൾ വിജയവും പരാജയവുമാണ് അടിസ്ഥാനം. ആ അർത്ഥത്തിൽ കേരളത്തിൽ BJPയെ കേരളീയ സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ ആ മാധ്യമ പ്രവർത്തകന്റെ തോളത്തിട്ട് കയറിയിട്ട് കാര്യം വല്ലതുമുണ്ടോ? അതാണോ ജനാധിപത്യം? അതാണോ നിങ്ങളെ RSS പഠിപ്പിക്കുന്നത്? അതാണോ നിങ്ങളെ BJP പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വിരുദ്ധാഭിപ്രായം പറയാം. അദ്ദേഹം ഏത് അർത്ഥത്തിലാണെന്ന് പറഞ്ഞെന്ന് മനസ്സിലാകണ്ടേ? കേരളീയ സമൂഹത്തിൽ BJPയെ ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളീയ സമൂഹം എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലില്ലേ? നമ്മുടെ എല്ലാവരുടെയും മുമ്പിലില്ലേ? അത് ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ക്ഷോഭിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനത്? ചിലപ്പോൾ അവിടുന്ന് പെർമിഷൻ കിട്ടിയിട്ടായിരിക്കും ആഞ്ഞടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ 5:30 കട്ടയ്ക്ക് പാടാൻ തീരുമാനിച്ചായിരിക്കും. ആയിക്കോളൂ, അത് നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ തീരുമാനവും, അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ നിയന്ത്രിക്കാൻ ഞാനാണല്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം, ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞു, പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ പോയി കണ്ടു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നും അങ്ങനെ ആകണമെന്നില്ല. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അതിനെയൊക്കെ ന്യായീകരിച്ച് ഒരു പുതിയ തലത്തിലേക്ക് ഞാൻ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതിന്റെ 100% രാഷ്ട്രീയത്തിലെ അതിർവരമ്പുകൾ, അത് രാഷ്ട്രീയക്കാരും എല്ലാ മേഖലയിലും ആ അതിർവരമ്പുകളൊക്കെ ലംഘിക്കുന്നതിന് ഭരണപക്ഷത്തുള്ളവർ മുൻകൈയെടുക്കുന്നതോടുകൂടി തന്നെ അത് ചെയ്യുന്നു എന്നുള്ള BJPക്കെതിരായി കഴിഞ്ഞ കുറെ കാലങ്ങളായി ദേശീയ ആക്ഷേപമാണ്, ആരോപണമാണ്, യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതിപ്പോൾ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിനാരിയോയിലേക്കും കടന്നു വരുന്നു. ഇവിടെ DGP പോയി RSSന്റെ നേതാക്കന്മാരെ കാണുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, NK പ്രേമചന്ദ്രൻ MP, അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് സെഷന്റെ ഏറ്റവും അവസാനത്തെ ദിവസം അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു.
പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പരസ്യമായി പോയിരുന്ന അദ്ദേഹം ശ്രീ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ കഴിച്ചു. അല്ല ജ്യോതി, അതിൽ വിയോജിപ്പുണ്ട്. ജ്യോതി, ആ വാദഗതിയോട് വിയോജിപ്പുണ്ട്. അല്ലല്ല, പാർലമെന്റിന്റെ ക്യാൻറ്റീൻ എന്നൊക്കെ പറയുന്ന സംവിധാനം കൊണ്ട് എല്ലാം സുതാര്യമാകുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രേമൻ കഴിഞ്ഞ ദിവസവും ഒരു ചാനലിരുന്ന് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 or 8 പേർ ഞങ്ങളെ പ്രധാനമന്ത്രി വിളിച്ചുകൊണ്ടിരുന്ന് സംസാരിച്ചു എന്ന്. എല്ലാവരും കാണേ, അതുകൊണ്ട് കാര്യമില്ല. ആ 7 or 8 പേരിൽ ഒരാളിപ്പോ മോദിയുടെ കീശയിലാണ്. അന്ന് എതിർപക്ഷത്തായിരുന്നയാൾ മോദിയുടെ കീശയിലാണ്. കുടിച്ചത് ഒരേ ചായ, ഇരുന്നത് ഒരേ ക്യാൻറ്റീനിൽ, പക്ഷെ രാഷ്ട്രീയം മാറി. ഞാൻ പറഞ്ഞു. ശരി ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടെ, താങ്കളുടെ ഉത്തരവാദിത്വം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ തിരിച്ചു ചോദിക്കട്ടെ. അതേ പ്രേമേന്ദ്രൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചിട്ട് അദ്ദേഹം കൊല്ലത്ത് നിന്ന് 2.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. കോൺഗ്രസിന്റെ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ 1-2 പേര് കഴിഞ്ഞാൽ, മൂന്നാമത്തെ 4ാമത്തെ ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ 4ാമത്തെ പിന്നെ ഭൂരിപക്ഷത്തിൽ അതിൽ പ്രേമേന്ദ്രന്റെ മതേതരത്വത്തെയോ പ്രേമേന്ദ്രന്റെ ജനസ്വീകാര്യതയോ സംശയനിഴലിൽ നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞത് ആ കൂടിക്കാഴ്ചയിൽ ഒരാൾ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അത് യാദൃച്ഛികമായി കണ്ടുകൂടാ എന്നാണ്. ആയിരിക്കാം. അതായിക്കോളൂ. അത് താങ്കളുടെ നിരീക്ഷണത്തിന് എനിക്ക് പോയ 8 പേരെ എനിക്കറിയില്ല. പ്രേമേന്ദ്രനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ അതിൽ തർക്കമില്ല. പക്ഷെ വിളിക്കുന്നവർക്ക് അതുണ്ടോ? അവരുടെ ഉദ്ദേശങ്ങളും ഈ രൂപത്തിലുള്ളതാണോ എന്നതാണ് ഇത്തരം കൂടിക്കാഴ്ചകളിലൊക്കെ രഹസ്യമായിരിക്കുന്ന രാഷ്ട്രീയം. അതിന്റെ മറ്റൊരു തലമാണ് ADGP. ഞാൻ വരാം ജ്യോതി, എനിക്ക് വേഗം ഇടവേളയിലേക്ക് പോകണം. ഞാൻ വരികയും ചെയ്യാം. ശരി, വേഗം ജ്യോതി. അതായത് ഇവിടെ ദത്താത്രേയ ഹൊസബലയെ കണ്ടതുമായി ബന്ധപ്പെട്ട് പറയുന്നു, 1 വർഷം കഴിഞ്ഞുന്നേ, എന്തേ ഒരു വിശദീകരണം ഉണ്ടാകാത്തത്? എന്തിനാ RSSന്റെ പ്രതിനിധിയുടെ കള്ളം പറഞ്ഞിട്ടുള്ളത്? RSSന്റെ വിശദീകരണം വന്നില്ലേ, അങ്ങനെ കണ്ടിട്ടില്ല എന്ന്? ADGP പറഞ്ഞില്ലേ കണ്ടു എന്ന്? അവിടെ കള്ളം പറഞ്ഞില്ലേ RSSന്റെ നേതാക്കന്മാർ തന്നെ? ആർക്ക് വേണ്ടി? അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് കണ്ടതെന്ന് പറയാത്തത്? അത് ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലല്ലോ. ഇനി പറയുന്നു RSSന് അങ്ങനെ ഒരു ശൈലിയില്ല. ശരി, ഞാൻ ചോദിക്കട്ടെ, പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം വീട്ടിൽ പോയി കണ്ടതിന്റെ പേരിലാണോ EP ജയരാജൻ ഇപ്പോൾ വഴിയാധാരമായത്? എന്തിനാ പോയി കണ്ടത്? ആ രാഷ്ട്രീയമായി അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യാണ് ഇപ്പോൾ CPM-കാർ അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു നീതി, അങ്ങനെ ഒരു നീതി കൊടുക്കുമ്പോൾ പോലും എന്തിനാണ് കണ്ടതെന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം RSS അല്ലോ, അല്ലെ ഇവിടുത്തെ പ്രഭാരിയല്ലേ BJP-യുടെ? എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ ഞാൻ അവിടെ പറയുന്നത്, EP ജയരാജന് ഒരു നീതി, മറുഭാഗത്ത് ADGPക്ക് മറ്റൊരു നീതി. ആ ADGPയുടെ മറുനീതിയിൽ നടപടിയെടുക്കാത്തത് LDF-ലെ ഘടകകക്ഷികളും CPM ഉൾപ്പെടെ എതിർത്തിട്ട് പോലും നടപടി എടുക്കാതിരിക്കുന്നത്, മുഖ്യമന്ത്രി നടപടി എടുക്കാതിരിക്കുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം പോയി കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നമ്മൾ കണ്ണടച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ശരി ജ്യോതി, ശരി. ഞാൻ